ഇന്ന് മഹാശിവരാത്രിയാണ്. ശിവരാത്രി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ശിവരാത്രി. ഇന്ത്യയിൽ തന്നെ കൊണ്ടാടുന്ന ഉത്സവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ശിവരാത്രി. ശിവരാത്രി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന സ്ഥലങ്ങളെന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലുള്ള ഉജ്ജയിനിയും അതുപോലെ ഉത്തർപ്രദേശിലെ വാരണാസിയുമാണ് ശിവരാത്രി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്നത്. അതുപോലെ തന്നെ കേരളത്തിലും ശിവരാത്രി ആഘോഷങ്ങൾ ഒട്ടും കുറവല്ല. കേരളത്തിലും ശിവരാത്രിയുടെ ആഘോഷങ്ങൾ ഒട്ടും കുറവല്ല. ആലുവ ശിവരാത്രി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വേൾഡ് ഫേമസ് ആണ്. ആലുവ ശിവരാത്രി വേൾഡ് ഫേമസ് ആണ്. അതുപോലെ തന്നെ ശിവരാത്രി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്നത് ആലുവയിലാണ്. എറണാകുളത്തുള്ള ആലുവ ശിവക്ഷേത്രത്തിലാണ് കേരളത്തിൽ ശിവരാത്രി ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്നത്. ശിവരാത്രി മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതായത് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായിട്ടൊക്കെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ശിവരാത്രി വ്രതമൊക്കെ എടുക്കാറുണ്ട്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായിട്ട് ശിവരാത്രിയെക്കുറിച്ചുള്ള ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. അതായത് പാലാഴി മദന സമയത്ത് അമൃത് പ്രത്യക്ഷപ്പെടുന്നതിന് തൊട്ടു മുമ്പായിട്ട് കാളകൂട വിഷം പ്രത്യക്ഷപ്പെടുന്നു. കാളകൂട വിഷത്തിന്റെ വിഷജ്വാലയില് ദേവന്മാരൊക്കെ വിറകൊള്ളുന്നു. ഈ സമയത്ത് ദേവന്മാർ ബ്രഹ്മാവിനോട് സങ്കടം ഉണർത്തിക്കുന്നു. ബ്രഹ്മാവ് മഹേശ്വരൻ്റെ അടുത്ത് പോയി പറയുന്നു. അങ്ങനെ മഹാദേവനെത്തുന്നു. അദ്ദേഹം ലോകരക്ഷാർത്ഥം കാളകൂടമെന്ന ഭയാനക വിഷം പാനം ചെയ്യുകയാണ്. വിഷം പാനം ചെയ്യുന്നത് മഹാദേവൻ കാളകൂട വിഷം പാനം ചെയ്യുന്നത് പാർവതി ദേവി കാണാൻ ഇടവരുന്നു. മഹാദേവൻ എന്തെങ്കിലും ആപത്തുണ്ടാകുമോ എന്ന് ഭയന്ന് പാർവതി ദേവി മഹാദേവന്റെ കഴുത്തിൽ പിടിമുറുക്കുന്നു. അങ്ങനെ ആ വിഷം മഹാദേവന്റെ കഴുത്തില് കഴുത്തിലങ്ങ് നീലയായിട്ട് മാറുന്നു. അങ്ങനെ മഹാദേവൻ നീലകണ്ഠനായി മാറുകയാണ്. അതേ തുടർന്ന് അന്ന് രാത്രി ഉറക്കമുളച്ച് പാർവതീദേവിയും ദേവഗണങ്ങളും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ആ ദിവസമാണ് ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത്, മഹാശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത് കേട്ടോ. ശിവരാത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശിവരാത്രി വ്രതം എന്നൊക്കെ പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ശിവരാത്രി വ്രതം വളരെ ഭയങ്കര വ്രതമാണ് കേട്ടോ. ജലപാനം മാത്രം നടത്തിക്കൊണ്ടുള്ള വ്രതമൊക്കെയാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ. കേരളത്തിലെ ശിവരാത്രി വ്രതത്തിൻ്റെയൊക്കെ മഹാത്മ്യവും അതുപോലെ തന്നെ ശിവരാത്രി വ്രതം എന്ന് പറഞ്ഞാൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധിയൊക്കെയാണ് കേട്ടോ. അതുപോലെ മഹാദേവനെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. മഹാദേവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുരാണങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. മഹാദേവൻ ദേവന്മാരും അസുരന്മാരും പൂജിക്കുന്ന ഒരു ദേവനാണ് മഹാദേവൻ. അസുരന്മാർ പോലും മഹാദേവനെ പൂജിക്കുന്നുണ്ട്. കാരണം അസുരന്മാരോട് മഹാദേവൻ യാതൊരു പക്ഷപാതങ്ങളും കാണിക്കുന്നില്ല. അസുരന്മാരോട് പക്ഷപാതമില്ല. ദേവന്മാരും അസുരന്മാരും ഒരേപോലെ മഹാദേവനെ പൂജിക്കുന്നുണ്ട്. മഹാദേവന് പക്ഷപാതമില്ല. അതുപോലെ തന്നെ മഹാദേവൻ എന്ന് പറയുമ്പോൾ പറയാം സത്യത്തിൻ്റെയും, ശിവൻ എന്ന് പറയുമ്പോൾ പറയാം സത്യത്തിൻ്റെയും അതുപോലെ നന്മയുടെയും ഒരു മൂർത്തിമദ്ഭാവമാണ് മഹാദേവൻ കേട്ടോ. സത്യത്തിൻ്റെയും നന്മയുടെയും മൂർത്തിമദ്ഭാവമാണ് മഹാദേവൻ. എന്താണ് വേണ്ട ഒരാളിൽ വ്യക്തിയിൽ നിന്ന് വേണ്ടതെന്ന് വെച്ചാൽ അയാളുടെ നന്മകൾ മാത്രമേ ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നല്ലത് ചെയ്യുക, അതാണ് മഹാദേവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കേട്ടോ. നല്ലത് ചെയ്യുക. അതുപോലെ തന്നെ നന്മയുടെ സന്ദേശവുമായിട്ട് ഒരു മഹാശിവരാത്രി കൂടി എത്തിയിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ശിവരാത്രി ആശംസകൾ നേരുകയാണ്. ശിവരാത്രി മാത്രമല്ല, എല്ലാ ത്യോഹാറുകളുടെയും പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ത്യോഹാറുകളും എല്ലാ ആഘോഷങ്ങളും കൊണ്ടാടുന്നത് എന്താണ്? ആ നന്മയാണ്. ഇതിലെയൊക്കെ പ്രതിപാദ്യ വിഷയം നന്മയാണ്. മനുഷ്യരിൽ നന്മകൾ ഉളവാക്കുക അല്ലെങ്കിൽ നന്മകൾ ഉണ്ടാക്കുക എന്നതാണ് ഓരോ ആഘോഷത്തിൻ്റെയും പിന്നിലെ ലക്ഷ്യം കേട്ടോ. നന്മ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞാൽ അതെന്താണ്? ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. എല്ലാ വീടുകളിലും പറയുന്ന പോലെ
ചെറിയ നന്മകൾക്ക് പോലും എന്ത് കഴിവുണ്ട്? ഒരുപാട് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് കേട്ടോ. വലിയ നന്മകൾക്കല്ല, ചെറിയ ചെറിയ നന്മകൾക്ക് പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ സമൂഹ നന്മയ്ക്കായിട്ട് മാറട്ടെ. നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയുമാറാകട്ടെ കേട്ടോ. അപ്പം എല്ലാവർക്കും വിഷ് യു എ ഹാപ്പി ശിവരാത്രി.